പനീർ ബട്ടർ മസാല ഇഷ്ടമാണോ? പക്ഷെ നമ്മൾ മിക്കപ്പോഴും കഴിക്കുന്ന ഒരു സാധനമല്ലേ. ഇന്ന് നമുക്കൊരു വെറൈറ്റിക്ക് മഷ്റൂം ബട്ടർ മസാല ഉണ്ടാക്കിയാലോ? സംഭവം ഭയങ്കര എളുപ്പമാണ്. വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്തിട്ട് പെട്ടെന്ന് പോയി ഉണ്ടാക്കി നോക്കൂ. അപ്പൊ ഈ മഷ്റൂം ബട്ടർ മസാല ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് മഷ്റൂം ആണ്. ഞാനിവിടെ ബട്ടർ മഷ്റൂം ആണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ലേശം സൺഫ്ലവർ ഓയിലും കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് ഒരു സവാള സ്ലൈസ് ചെയ്തതും 3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതൊന്ന് സോട്ടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന്റെ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. സെയിം നമ്മുടെ പനീർ ബട്ടർ മസാല പോലെ തന്നെ. ഇനി അത് സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് നല്ല ജീരകം കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. അതിലേക്ക് ഹോൾ സ്പൈസും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തതും 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ആഡ് ചെയ്യാം. അതൊന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട, മഷ്റൂം മാത്രം ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ സവാളയും പച്ചമുളകും മഷ്റൂമും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറി നല്ല രീതിയിൽ തിക്കാവും. സോ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, അത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ കാണിക്കുന്നത് പാസ്ലി ലീവ്സ് ആണ് കേട്ടോ. എനിക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ എടുത്താണ്. ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇത് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ അതിന്റെ യാതൊരു ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് കസൂരി മെത്തിയും കുറച്ച് മല്ലി ഇലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടെ കുറച്ച് പാസ്ലി ലീവ്സ് കൂടെ കേട്ടോ. അത് ഓപ്ഷനിലാണ്, അതുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മഷ്റൂം ബട്ടർ മസാല ഇവിടെ റെഡിയായി. എന്റെ പൊന്നോ, അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മൾ പനീർ ബട്ടർ മസാല ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ.